തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കുടിവെള്ളത്തെ ചൊല്ലി പ്രതിഷേധം. കോൺഗ്രസ് ബി.ജെ.പി കൌൺസിലർമാർ കാലിക്കുടങ്ങളുമായി നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ബിനി ടൂറിസ്റ്റ് ഹോം വിഷയം വോട്ടിടണമെന്ന പ്രതിപക്ഷാവശ്യം നിരസിച്ച് മേയർ. പൊറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത ബി.ജെ.പി പടിയൂർ പഞ്ചായത്ത് അംഗത്തെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. 11-ാം വാർഡംഗം ശ്രീജിത്ത് മണ്ണായിലാണ് അറസ്റ്റിലായത്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വഞ്ചികൾക്ക് തീപിടിച്ചു. 2 വള്ളങ്ങളും വലകളും പൂർണ്ണമായും കത്തിനശിച്ചു. ഗുരുവായൂരിൽ വനിതാ കോളേജ് പ്രിൻസിപ്പലിന് നേരെ ആക്രമണം. പരിക്കേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവ ബലിദർശനത്തിന് ആയിരങ്ങളെത്തി. ഗ്രാമബലിയും പള്ളിവേട്ടയും വ്യാഴാഴ്ച നടക്കും. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കുടിവെള്ള പ്രശ്നമുന്നയിച്ച് കോൺഗ്രസ് ബി.ജെ.പി കൌൺസിലർമാരുടെ പ്രതിഷേധം. താൽക്കാലിക കുടിവെള്ള പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ഭരണപക്ഷ കൌൺസിലർമാർ. കാലിക്കുടവും കയറുമായി കൌൺസിൽ ഹാളിലെത്തിയ കോൺഗ്രസ് കൌൺസിലർ ലാലി ജെയിംസ് പ്രതീകാത്മകമായി വെള്ളം കോരി വേറിട്ട രീതിയിൽ പ്രതിഷേധിച്ചു. ബി.ജെ.പി കൌൺസിലർമാർ പ്ലക്കാർഡുകളും കാലിക്കുടങ്ങളുമായി നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കോടികൾ ചെലവഴിച്ചിട്ടും വെള്ളപ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിൽ ഭരണകക്ഷിക്കെതിരെ കോൺഗ്രസ് ബി.ജെ.പി കൌൺസിലർമാർ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. കുരിയച്ചിറ പ്ലാന്റിൽ നിന്നുള്ള ഈച്ചശല്യം രൂക്ഷമാണെന്നും ഇക്കാര്യത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നും സിന്ധു ആൻഡോ ചാക്കോള പറഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന ഭരണകക്ഷി കൌൺസിലർ ഐ സതീഷ് കുമാറിന്റെ പരാമർശത്തിന് മറുപടി പറയുകയായിരുന്നു അവർ. 2 ആഴ്ചയായുള്ള കുടിവെള്ളക്ഷാമം വളരെ ഗുരുതരമായ പ്രശ്നമാണെന്നും കുരിയച്ചിറ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട നടത്തിപ്പുകാരെ പിരിച്ചുവിട്ടതാണ് പ്രശ്നത്തിന് കാരണമെന്നും ഹരിതകർമ്മസേനയ്ക്ക് പുതിയ വാഹനങ്ങൾ അനുവദിച്ചതിന് മേയറെയും ഭരണകക്ഷിയെയും അഭിനന്ദിക്കുന്നതായും ജോൺ ഡാനിയൽ പറഞ്ഞു. വാട്ടർ അതോറിറ്റിക്കാർ കുടിവെള്ള ലോറിക്കാരുമായി ഒത്തുകളി നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി ജയപ്രകാശ് പൂവത്തിങ്കൽ ആരോപിച്ചു. കാലിക്കുടങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പൈപ്പുകളിൽ എയർ കുടുങ്ങിയതാണ് ഇപ്പോഴുള്ള കുടിവെള്ള പ്രശ്നത്തിനിടയാക്കിയതെന്നും രാജശ്രീ ഗോപനും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുടിവെള്ള പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടുവെന്ന് ഡെപ്യൂട്ടി മേയർ എം.എൽ. റോസിയും പറഞ്ഞു. കുരിയച്ചിറ പ്ലാന്റിൽ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും കെട്ടിക്കിടക്കുന്ന മാലിന്യം 60% മാറ്റിയെന്നും ബാക്കി കൂടി ഉടൻ തന്നെ മാറ്റുമെന്നും പ്ലാന്റിന് പരിസരത്ത് ഈച്ചശല്യം ഇല്ലെന്നും അതിരിന് പുറത്താണ് ഈച്ചശല്യമെന്നും ആവശ്യമെങ്കിൽ അവിടെയും മരുന്നടിക്കാമെന്നും പി.കെ. ഷാജൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മേയർ എം.കെ. വർഗീസ് പറഞ്ഞു. പുതിയ 800 mm പൈപ്പിടുന്ന പദ്ധതി 18 കിലോമീറ്ററിൽ 12 കിലോമീറ്റർ പൂർത്തീകരിച്ചു. ബാക്കി പൂർത്തിയാകുന്നതോടെ 50 വർഷത്തേക്ക് കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല. ഇപ്പോഴുള്ള കുടിവെള്ള പ്രശ്നം എയർ വാൽവിന്റെ പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും മേയർ പറഞ്ഞു. കൗൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി, ഡോക്ടർ വി ആതിര, പൂർണിമ സുരേഷ്, എൻ പ്രസാദ്, സുനിൽ രാജ്, ബീന മുരളി, സാറാമ റോബ്സൺ, മുകേഷ് കുളപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ബിനി ടൂറിസ്റ്റ് ഹോം വിഷയം വോട്ടിനിടണമെന്ന പ്രതിപക്ഷ ആവശ്യം നിരസിച്ച് കൌൺസിൽ യോഗം പിരിച്ചുവിട്ട് മേയർ. ഇറങ്ങിപ്പോയതിൽ പ്രതിഷേധിച്ച് കൌൺസിൽ ഹാളിൽ ഇരട്ടത്തിരുന്ന് കോൺഗ്രസ് ബി.ജെ.പി കൌൺസിലർമാർ പ്രതിഷേധിച്ചു. ഭരണപക്ഷത്തെ 2 കൌൺസിലർമാർ അനുകൂലിച്ചതോടെയാണ് മേയർ യോഗം പിരിച്ചുവിട്ടത്. ബിനി വിഷയത്തിൽ അജണ്ട വോട്ടിനിടണമെന്ന പ്രതിപക്ഷാവശ്യം തള്ളിയത് നിയമവിരുദ്ധമാണെന്ന് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ പറഞ്ഞു. വോട്ടിനിടണമെന്ന പ്രതിപക്ഷാവശ്യം ശരിവച്ച കോർപ്പറേഷൻ സെക്രട്ടറി മേയറോട് വോട്ടിനിടണമെന്ന് പറഞ്ഞെങ്കിലും മേയർ ചെവി കൊണ്ടില്ല. ബിനി വിഷയം വിവാദമായിരിക്കെ 23 കോടി രൂപയുടെ മുൻകൂർ അനുമതി കൊടുത്തത് ശരിയായില്ലെന്നും നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ പറഞ്ഞു. കൗൺസിൽ പങ്കെടുത്ത പ്രതിപക്ഷത്തെ ബഹുഭൂരിഭാഗം കൗൺസിലർമാരും, അതായത് ഭരണപക്ഷത്തെക്കാളേറെ കൗൺസിലർമാർ വോട്ടിനിടണമെന്ന് ആവശ്യപ്പെടുകയും ഭരണപക്ഷത്ത് തന്നെ ഈ ആവശ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടും സെക്രട്ടറി പ്രതിപക്ഷ ആവശ്യത്തെ മാനിച്ചിട്ടും മേയർ ഈ വിഷയത്തിൽ വോട്ടിനിടാതെ ഏകപക്ഷീയമായി കൗൺസിൽ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇത് നിയമവിരുദ്ധമാണ്. കാരണം 23 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്കാണ് മേയർ മുൻകൂർ അനുമതി കൊടുത്തിട്ടുള്ളത്. ഈ ബിനി ഇത്രയും വിവാദമായിരിക്കുന്ന ഒരു വിഷയത്തിൽ 23 ലക്ഷം രൂപയ്ക്ക് മുൻകൂർ അനുമതി കൊടുത്തത് തന്നെ നിയമവിരുദ്ധമാണ്. ബിനി വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ വോട്ടിനിടണമെന്ന ആവശ്യം ഉയർന്നതോടെ മേയർ ബെല്ലടിച്ച് കൗൺസിൽ പിരിച്ചുവിട്ട് കൗൺസിൽ ഹാളിലേക്കുള്ള വൈദ്യുതി ഓഫാക്കി ഇറങ്ങിപ്പോയതായും ബിനി വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും ബി.ജെ.പി പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. കാരണം എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ
അതിന് മറുപടി നൽകാതെ ബെല്ലടിക്കുക ഇറങ്ങി പോവുക. അത് ഒരു സ്ഥിരം നടപടി ആയിക്കൊണ്ടിരിക്കുക. ബിനി ടോസുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട ഷട്ടിനോട് ബന്ധപ്പെട്ട് കേസ് നൽകണ കാരണം അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് വോട്ടിംഗ് ആണെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ സമയത്ത് മേയർ സ്ഥിരം ചെയ്യണ പോലെ തന്നെ ബെല്ലടിച്ച് ഇറങ്ങി പോകണ്ടായി. TCV തൃശൂർ. ഇരിങ്ങാലക്കുട പൊറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത BJP പടിയൂർ പഞ്ചായത്ത് അംഗത്തെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ പഞ്ചായത്ത് ചെരിന്തറ 11-ാം വാർഡ് അംഗം മണ്ണായിൽ വീട്ടിൽ ശ്രീജിത്ത് മണ്ണായിലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാവിലെ പൊറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ ഡോക്ടറെ കാണാൻ എത്തിയപ്പോഴാണ് ഡോക്ടറെ കയ്യേറ്റം ചെയ്തത്. ഉറക്കക്കുറവ് എന്ന പേരിലാണ് ഇയാൾ ഡോക്ടറെ കാണാനെത്തിയതെന്നും യാതൊരു പ്രകോപനവുമില്ലാതെ കാട്ടൂർ സ്വദേശിനിയായ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നും ഡോക്ടർ പോലീസിൽ മൊഴി നൽകി. ഡോക്ടറുടെ മുറിയിലെ സാധനങ്ങളും ഇയാൾ നശിപ്പിച്ചിട്ടുണ്ട്. ശബ്ദം കേട്ട് ഓടിയെത്തിയ ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ശ്രീജിത്തിനെ തടഞ്ഞു വെക്കുകയായിരുന്നു. പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഡോക്ടറെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പൊറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വനിതാ ഡോക്ടർക്ക് നേരെ പടിയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നുമുണ്ടായത് പൊതുസമൂഹത്തിന് നിരക്കാത്തതെന്ന് AIYF ആരോപിച്ചു. സംഭവത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും പ്രതി പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്നും AIYF മേഖലാ പ്രസിഡന്റ് AB ഫിറോസും സെക്രട്ടറി മിഥുൻ പോട്ടക്കാരനും ആവശ്യപ്പെട്ടു. ചവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വഞ്ചികൾക്ക് തീപിടിച്ചു. ബ്ലാങ്ങാട് അലുവ കമ്പനിക്ക് സമീപം കരയിൽ കയറ്റിവെച്ചിരുന്ന മത്സ്യബന്ധന വള്ളങ്ങൾക്കാണ് തീപിടിച്ചത്. ആലിങ്ങൽ സൂരജന്റെ ഉടമസ്ഥതയിലുള്ള വഞ്ചികളാണ് കത്തിനശിച്ചത്. 2 വള്ളങ്ങളും വലകളും പൂർണ്ണമായും കത്തിനശിച്ചു. ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗർ, ലീഡിംഗ് ഫയർമാൻ അജിത് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് വിൽസൺ തുടങ്ങിയവർ ചേർന്ന് തീയണച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി വഞ്ചികളുടെ ഉടമ സൂരജ് പറഞ്ഞു. ഗുരുവായൂരിൽ വനിതാ കോളേജ് പ്രിൻസിപ്പളിന് നേരെ ആക്രമണം. പരിക്കേറ്റ പ്രിൻസിപ്പളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നത്തൂർ റോഡിലുള്ള ആര്യഭട്ട കോളേജ് പ്രിൻസിപ്പൽ CJ ഡേവിഡിന് നേരെയാണ് ആക്രമണം നടന്നത്. പ്രിൻസിപ്പലിനെ അന്വേഷിച്ച് ബൈക്കിലെത്തിയ 3 പേർ ഉച്ചമുതൽ ഓഫീസ് പരിസരത്ത് കറങ്ങുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഓഫീസിലെത്തിയ ഡേവിഡിനോട് അക്രമി സംഘം പേര് ചോദിക്കുകയും പേര് പറഞ്ഞ ഉടൻ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് മുഖത്തടിക്കുകയുമായിരുന്നു. നെറ്റിയിലും ചെവിക്ക് പുറകിലുമായി 7 സ്റ്റിച്ചുകളുണ്ട്. മാസ്ക് ധരിച്ചെത്തിയ യുവാവാണ് ആക്രമിച്ചതെന്ന് ഡേവിഡ് പറഞ്ഞു. മറ്റു 2 പേർ പുറത്ത് കാത്തുനിന്നിരുന്നു. ഡേവിഡ് ബഹളം വെച്ചതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഓടിയെത്തിയെങ്കിലും അക്രമി സംഘം ബൈക്കിൽ രക്ഷപ്പെട്ടു. രക്തം വാർന്നൊലിച്ച് അവശനായ ഡേവിഡിനെ നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിലെത്തിച്ചു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് ആയിരങ്ങളെത്തി. പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചത്. സപ്തമാതൃക്കൾക്ക് ഹവിസ് തൂകി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് നാരായണ നാമജപത്തോടെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായി. ഹവിസ് തൂവി തുടങ്ങിയതോടെ നാലമ്പലത്തിനകത്ത് സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച ഗുരുവായൂരപ്പനെ ദർശിക്കുവാനും ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കലിലും ധ്വജദേവതകൾക്കും പരിപാലകർക്കും ശേഷം ക്ഷേത്രപാലകന് ഹവിസ് തൂവിയതോടെ ചടങ്ങ് പൂർത്തിയായി. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. 6 മണിക്കൂറോളം നീണ്ടുനിന്ന ചടങ്ങിൽ തന്ത്രി കീഴ്ശാന്തി, തിടമ്പെഴുന്നള്ളിക്കുന്ന നമ്പൂതിരി, വിളക്ക് പിടിക്കുന്നവർ എന്നിവരെല്ലാം ഉത്തരീയം ധരിച്ച് ജലപാനമില്ലാതെ ശുദ്ധോപാസനത്തിലായിരുന്നു. ഓരോ ദേവതകൾക്കും ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പന്റെ സാന്നിധ്യത്തിലാണ് ഹവിസ് സമർപ്പിച്ചത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ സൂപ്പർ മാർക്കറ്റിൽ മോഷണം. 10,000 രൂപയും CCTVയുടെ DVR മോഷണം പോയി. എടവിലങ്ങ് ചന്തയിലുള്ള BS മാർട്ടിലാണ് മോഷണം നടന്നത്. സൂപ്പർ മാർക്കറ്റിന്റെ പുറകുവശത്തെ ഷട്ടറിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയവരാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 37 വർഷം കഠിന തടവും 3,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മതിലകം പൊന്നാമ്പടി സ്വദേശി വട്ടംപറമ്പിൽ അലി അഷ്കറിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യിൽ ശിക്ഷിച്ചത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സുഹൃത്ത് താമസിച്ചിരുന്ന വീട്ടിലും പ്രതിയുടെ വീട്ടിൽ വെച്ചും പലതവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, നിഷ C എന്നിവർ ഹാജരായി.
ചാലക്കുടി നഗരസഭയുടെ ഇൻഡോർ സ്റ്റേഡിയം സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് കോടതി വിധി പ്രകാരം അടയ്ക്കേണ്ട അധിക വില 27 കോടി രൂപയുടെ ബാധ്യതയെ തുടർന്നുള്ള റവന്യൂ റിക്കവറി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വാക്കാൽ നിർദ്ദേശം നൽകിയതായി ചെയർമാൻ എബി ജോർജ് അറിയിച്ചു. ജല അതോറിറ്റിയുടെ കുടിശ്ശിക അടയ്ക്കുന്നതിനും സാവകാശം അനുവദിക്കാമെന്ന് വകുപ്പ് മന്ത്രിയും ഉറപ്പു നൽകിയെന്ന് ചെയർമാന്റെ അറിയിപ്പിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയെ തുടർന്നാണ് നഗരസഭയ്ക്ക് താൽക്കാലിക ആശ്വാസം ലഭിച്ചത്. തുക സർക്കാരിന് നൽകുന്നതിന് സാവകാശം അനുവദിക്കണമെന്ന നഗരസഭയുടെ ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന കാര്യം ചെയർമാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യത്തിൽ തീരുമാനമാവുന്നതുവരെ റവന്യൂ റിക്കവറി നടപടികൾ നിർത്തിവെക്കുവാൻ മന്ത്രി വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് കൌൺസിലിന്റെ ആവശ്യം അടുത്ത ദിവസം തന്നെ രേഖാമൂലം മന്ത്രിക്ക് നൽകും. മലഞ്ചരക്ക് കടകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ ജാതി, കുരുമുളക്, അടക്ക എന്നിവ മോഷണം നടത്തി വന്നിരുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ബീച്ച് റോഡ് സ്വദേശി തിണ്ടിയത്ത് വീട്ടിൽ ബാദുഷയാണ് പിടിയിലായത്. കട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ വർഷം 80,000 രൂപയുടെ ജാതിപത്രി മോഷണം നടത്തിയിരുന്നു. അടിമാലിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ കുരുമുളക് മോഷണം നടത്തി കോയമ്പത്തൂരിലേക്ക് പോകും വഴി അടിമാലി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി സമാന കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ SI സുജിത്, SI ഹബീബ്, ASI ശ്രീജിത്ത്, സീനിയർ CPO ധനേഷ്, CPOമാരായ ജിതേഷ്, ജോയ്മോൻ, കിരൺ, അഭിലാഷ്, ശ്യാം എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺകടുവയെ തൃശൂർ മൃഗശാലയിലെത്തിച്ചു. 2 ദിവസം മുൻപ് പിടികൂടിയ കടുവ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് കടുവയെ തൃശൂരിലെത്തിച്ചത്. കടുവയെ ക്വാറന്റൈനിൽ പാർപ്പിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. ഇരിങ്ങാലക്കുട തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലെല്ലാം ബുധനാഴ്ച നന്മയുടെ പ്രകാശമായിരുന്നു. രോഗത്തിന്റെ ഇരുട്ടറയിൽ നിന്ന് ആശ്വാസത്തിന്റെ പ്രകാശത്തിലേക്ക് വരാനായി വൈഷ്ണവി എന്ന വീട്ടമ്മയുടെ ചികിത്സയ്ക്കായുള്ള ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഈ റൂട്ടിൽ ബസ്സുകൾ സർവീസ് നടത്തിയത്. രാവിലെ മുതൽ ബസ് കണ്ടക്ടർമാർ ഒരു ബക്കറ്റുമായാണ് യാത്രക്കാർക്കരികിലേക്ക് എത്തിയത്. ബസ് ടിക്കറ്റിനേക്കാൾ കൂടുതൽ തുക യാത്രികർ നൽകി സഹായിക്കുന്നുണ്ടെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. കരൾ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ധനസഹായം തേടുന്ന എടത്തുരുത്തി പൊനത്തിൽ പരേതനായ ബാലകൃഷ്ണന്റെ മകൻ സലീഷിന്റെ ഭാര്യയും പരേതനായ കൊറാമ്പറമ്പിൽ ഘോഷിന്റെ മകളുമായ വൈഷ്ണവിക്ക് തങ്ങളാൽ കഴിയും വിധമുള്ള സാമ്പത്തിക സഹായം നൽകാൻ ഇരിഞ്ഞാലക്കുട തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകാരുടെ അസോസിയേഷനുകൾ കൈകോർത്തപ്പോൾ സേവ് വൈഷ്ണവി ക്യാമ്പയിന് അതേറെ ആശ്വാസമായി. കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയിലാണ് വൈഷ്ണവി ഇപ്പോൾ. വൈഷ്ണവിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വൃക്കയും കരളും എത്രയും വേഗം മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം. 2 ശസ്ത്രക്രിയകൾക്കും കൂടി ഏകദേശം 35 ലക്ഷം രൂപയാണ് ചെലവ് വരിക. നിർധന കുടുംബാംഗമായ വൈഷ്ണവിക്കും ഭർത്താവിനും ഈ തുക താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇന്ന് കാലത്തൊട്ട് ഞങ്ങൾ ആ ഒരു പ്രയത്നത്തിലും എല്ലാവരും ഞങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവണം. കാരണം 27 വയസ്സെന്നാണ് പറഞ്ഞത്. വൃക്കം പോയി ആ കുട്ടിയുടെ ഫോട്ടോ ഉള്ളത് കിഡ്നി തകരാറിലാണ്. കാരണം ഉണ്ടാവണം. അപ്പോൾ നിങ്ങളാൽ കഴിയുന്നത് 1 രൂപ നമ്മൾ ഇട്ടാലും അത് ആ കുട്ടിക്ക് ഒരു ജീവിതം തന്നെയാണ്. അതിലൂടെ നമ്മളെ പ്രാർത്ഥന. ഭർത്താവിനും 6 വയസ്സുകാരിയായ മകൾക്കും വയോധികയായ അമ്മയ്ക്കും ഭർത്തൃമാതാവിനും ഒപ്പമാണ് വൈഷ്ണവി കഴിയുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിയാണ് വൈഷ്ണവിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത്. ഭാര്യയുടെ ചികിത്സാ കാര്യങ്ങൾക്കായി ജോലി ഉപേക്ഷിച്ചാണ് സലീഷ് കൂടെ നിൽക്കുന്നത്. വൈഷ്ണവിയുടെ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനായി വൈഷ്ണവി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുമുണ്ട്. TCV ഇരിഞ്ഞാലക്കുട. ഉത്രാളിക്കാവ് പൂരം കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ പുലർച്ചെ എഴുന്നള്ളിപ്പിനിടെ വടക്കാഞ്ചേരി ദേശത്തിന്റെ ആനയടഞ്ഞു. കൊമ്പൻ പുത്തൻകുളം അർജുനനാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിലെ കൽവിളക്കിന് കേടുപാട് വരുത്തി. തുടർന്ന് ക്ഷേത്രത്തിന്റെ ഗേറ്റ് ഇളക്കാൻ ശ്രമിച്ച ആനയെ പാപ്പാന്മാർ തളച്ചു. ആനപ്പുറത്തിരുന്നവരെ താഴെയിറക്കി ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോയി.
ഉത്രാളിക്കാവ് പൂരത്തിന് സമാപനമായി. പുലർച്ചെ 5:30 കുമരനെല്ലൂർ ദേശത്തിന്റെ വെടിക്കെട്ടിന് ശേഷം രാവിലെ 7 മണി മുതൽ മേളചക്രവർത്തി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം നടന്നു. തുടർന്ന് 3 ദേശങ്ങളുടെ എഴുന്നള്ളിപ്പും കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പൂരം സമാപന ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രകോമരം പള്ളിയത്ത് മാധവൻ നായരുടെ നേതൃത്വത്തിൽ പൊങ്ങിലടി നടന്നു. തുടർന്ന് കോമരം കൽപ്പന ചൊല്ലി ചടങ്ങുകൾക്ക് ശേഷം ദേശങ്ങൾ ഉപചാരം ചൊല്ലി വിടവാങ്ങിയതോടെ ഇക്കൊല്ലത്തെ ഉത്രാളിക്കാവ് പൂരത്തിന് സമാപനമായി. തൃശൂർ കൈപ്പറമ്പിൽ നിയന്ത്രണം വിട്ട വാഹനം 2 മതിലുകൾ ഇടിച്ചു തകർത്തു. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയുടെ ബോർവെൽ ഫ്ലഷ് ചെയ്യാനായി കൊണ്ടുവന്ന ഭൂജല വകുപ്പിന്റെ വാഹനമാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട് സമീപത്തെ 2 വീടുകളുടെ മതിലുകൾ ഇടിച്ചു തകർത്തത്. വാഹനത്തിന് പിന്നിൽ നിന്നിരുന്ന വാർഡംഗം ദീപിയടക്കമുള്ളവർ ഓടിമാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പരിക്കേറ്റ ഡ്രൈവറെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 9ാം ദിവസമായ വ്യാഴാഴ്ച ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. ക്ഷേത്രത്തിനകത്തെ പാലക പരിചാരക ദേവതകൾക്ക് ഉത്സവബലിയുടെ നിവേദ്യവും പൂജയും നൽകുന്നത് പോലെ ഗ്രാമത്തിലെ സംരക്ഷക ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതാണ് ഗ്രാമബലി. സന്ധ്യയ്ക്ക് ഗ്രാമബലിക്കായി ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളും. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിലെ ദീപാരാധനയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. ഈ ദിവസങ്ങളിൽ ശ്രീകോവിലിനകത്ത് ദീപാരാധന പതിവില്ല. പകരം വലിയ ബലിക്കല്ല് പുരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്വർണ്ണത്തിടമ്പിന് മുന്നിലാണ് ദീപാരാധന നടത്തുക. പതിവായി മേൽശാന്തി നടത്തുന്ന ഈ ചടങ്ങ് ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ് നിർവഹിക്കുക എന്നതും ഈ ദിവസങ്ങളിലെ പ്രത്യേകതയാണ്. വർഷത്തിൽ ഈ 2 ദിവസങ്ങളിൽ മാത്രമാണ് കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കാൻ അവസരം ലഭിക്കുക. ദീപാരാധനയ്ക്ക് ശേഷമാണ് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുക. എഴുന്നള്ളിപ്പിന് മുന്നിൽ പതിവായി കൊട്ടുന്ന പഞ്ചാരിമേളത്തിന് പകരം പാണ്ടിമേളമാണ് ഉണ്ടാവുക. വാളും പരിചയമേന്തി വേഷഭൂഷാദികളണിഞ്ഞ കൃഷ്ണനാട്ടം കലാകാരന്മാർ ചുവടുവയ്ക്കും. കൊടിക്കൂറകൾ, തഴകൾ, സൂര്യമറകൾ, കുത്തുവിളക്കുകൾ എന്നിവ അകമ്പടിയാകും. രാജകൊട്ടാരങ്ങളിലെ വേദജ്ഞരെ ഓർമ്മിപ്പിക്കുന്ന ഭജനാ സംഘം കീർത്തനാലാപനവുമായി അണിനിരക്കും. ഗ്രാമബലി തൂവിക്കൊണ്ട് ഊതിക്കന്മാർ മുന്നിൽ നീങ്ങും. മുക്കുമൂലകളിലും പെരുവഴികളിലും അജ്ഞാതരൂപത്തിൽ അധിവസിക്കുന്ന ദേവതകൾക്കാണ് ബലിതൂവൽ നടത്തുന്നത്. ഗ്രാമപ്രദക്ഷിണമെന്ന സങ്കല്പത്തിൽ ക്ഷേത്രമതിലിന് പുറത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിനകത്ത് തിരിച്ചെത്തും. തുടർന്ന് പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിക്കും. മേളം സമാപിച്ച ശേഷം പിടിയാനയുടെ പുറത്ത് കാടിളക്കാൻ ഗുരുവായൂരപ്പൻ പുറപ്പെടും. ഒറ്റച്ചെണ്ട, ശംഖ്, ചേങ്ങില എന്നിവ അകമ്പടിയാകും. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തു കിടന്ന് കല്യാണ മണ്ഡപം വരെ ചെന്നാണ് കാടിളക്കൽ. അവകാശിയായ പുതിയേടത്ത് പിഷാരൂഢി 3 തവണ പന്നി മാനുഷ്യങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ പക്ഷിമൃഗാദികളുടെ വേഷം കിട്ടിയവർ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറും. ഇവയെ പിടികൂടാനെന്ന സങ്കല്പത്തിൽ സ്വർണ്ണത്തിടമ്പേറ്റിയ ആന ഓടിക്കൊണ്ട് പിന്തുടരും. 9 തവണ ക്ഷേത്രം വലം വെച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിലെ ദുഷ്ടമൃഗമായ പന്നിയെ അമ്പെയ്ത് ഭഗവാൻ പള്ളിവേട്ട പൂർത്തിയാക്കും. തുടർന്ന് ഭഗവാന്റെ പള്ളിയുറക്കമാണ്. വെള്ളിക്കട്ടിലിലെ പട്ടുമെത്തയിൽ ഉരുളൻ തലയിണയുമായി നമസ്കാര മണ്ഡപത്തിലാണ് ഗുരുവായൂരപ്പന്റെ പള്ളിയുറക്കം. പള്ളിവേട്ടയിലെ ക്ഷീണം കാരണം അത്താഴം പോലും കഴിക്കാതെയാണ് പള്ളിയുറക്കമെന്നാണ് വിശ്വാസം. പള്ളിവേട്ടയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ഈ ദിവസം ക്ഷേത്ര പരിസരം നിശ്ചലമായിരിക്കും. മണിക്കൂർ ഇടവിട്ടടിക്കുന്ന നാഴികമണി പോലും ഈ സമയത്ത് അടിക്കില്ല. വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് നാഴികമണി അടിക്കാതിരിക്കുക. വെള്ളിയാഴ്ച പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഭഗവാൻ പള്ളി ഉണരുക. സന്ധ്യയ്ക്ക് ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം രാത്രി 11 മണിയോടെ ആറാട്ട് നടക്കും. ആറാട്ടിന് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. TCV ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്ര മതിൽക്കകം വിട്ട് പുറത്തിറങ്ങുന്ന ഭഗവാനെ സ്വീകരിക്കാൻ ഗുരുഭവനപുരി ഒരുങ്ങി. വീതിവിധാനങ്ങളും വൈദ്യുതാലങ്കാരങ്ങളും കമാനങ്ങളും നിശ്ചല ദൃശ്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. 4 നടകളിലെയും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും മത്സരബുദ്ധിയോടെയാണ് വീതിവിധാനം ഒരുക്കുന്നത്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും വൈദ്യുത ദീപപ്രഭയിൽ മുങ്ങി നിൽക്കുകയാണ്. ക്ഷേത്രത്തിന്റെ 4 നടകളിലെയും ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും അലങ്കൃതമായി. ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് മുൻപിൽ ജീവനക്കാരുടെ വകയായി ഭീമൻ നക്ഷത്ര ആമയുടെ രൂപമാണ് ഒരുക്കിയിട്ടുള്ളത്. ഡാവിഞ്ചി സുരേഷ് രൂപകൽപ്പന ചെയ്ത ആമയുടെ രൂപം ശ്രദ്ധേയമാണ്. മികച്ച രീതിയിൽ അലങ്കാരം നടത്തുന്നവർക്ക് ദേവസ്വം സമ്മാനം നൽകും. മറ്റു വാർത്തകളിലേക്ക്.
അരിമ്പൂർ പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പാലിയേറ്റീവ് ദിനാചരണവും രോഗീബന്ധു വിനോദയാത്രയും അവിസ്മരണീയ അനുഭവമായി. 40ഓളം രോഗികളും സഹായികളുമാണ് കൊച്ചിയിലേക്കുള്ള വിനോദയാത്ര ആസ്വദിച്ചത്. 45 മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ള രോഗികളാണ് ഏകദിന വിനോദയാത്രയുടെ ഭാഗമായത്. അരിമ്പൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് പരിചരണം ലഭിക്കുന്നവരാണ് എല്ലാവരും. പാലിയേറ്റീവ് രോഗി എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെടുന്ന, വളരെ ബുദ്ധിമുട്ടുന്ന, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അങ്ങനെയല്ല വേണ്ടെന്നും അവർക്ക് ഇനി ജീവിതം ഉണ്ടെന്നും ഇനിയും ഇഷ്ടംപോലെ അവർക്ക് സന്തോഷത്തോടെയും അവരുടെ ഉള്ള ശിഷ്ടകാല ജീവിതം ഏറ്റവും നന്നായിട്ടും സന്തോഷത്തോടെയും ജീവിക്കാമെന്ന് കാണിച്ചു തരികയാണ് ഇത്തരം ഓരോ യാത്രകളിലൂടെ കാണുന്നത്. ഒരു വശം തളർന്നവർ, ക്യാൻസർ രോഗികൾ മുതൽ വീൽചെയറിൽ സഞ്ചരിക്കുന്നവർ വരെ ഓരോ കുടുംബാംഗത്തോടൊപ്പം യാത്രയിൽ പങ്കെടുത്തു. വിനോദയാത്ര അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ വെച്ച് ഡോക്ടർ ദീപക് ഫ്ലാഗ് ഓഫ് ചെയ്തു. സുഖം ബാധിച്ച് വയ്യാതിരിക്കുന്നവരൊക്കെ വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥയാണ് കൂടുതലും. അപ്പോൾ അവർക്ക് ഒരു പുതിയൊരു അനുഭവം നമ്മുടെ പുറമേയുള്ള നാടുകളും മറ്റു നഗരങ്ങളും കാണുന്നതിന് വേണ്ടി ഒരു വേദി അവർക്ക് ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ വളണ്ടിയർ സേവനത്തിന് മുന്നിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പൊ ഇതുപോലെയുള്ളൊരു മാതൃക എല്ലാവരിലേക്കും എത്തിക്കുന്നതിനും വളണ്ടിയർ സേവനം എല്ലാവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഇങ്ങനൊരു യാത്ര ഇവരെയും കൊണ്ട് നമ്മൾ ചെയ്യുന്നു. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നൃത്തവും പാട്ടും കഥകളുമായി യാത്രികരിൽ ഉല്ലാസം പകർന്നു. ഓരോ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുമ്പോഴും വീൽചെയറിൽ സഞ്ചരിക്കുന്നവരെ ബസ്സിൽ നിന്നിറക്കാനും കാഴ്ചകൾ കണ്ടു നടക്കാനും കൂടെയുള്ള ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും സഹായിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഒറ്റയ്ക്ക് പലരെയും താങ്ങിയെടുത്ത് വാഹനത്തിനകത്തും പുറത്തും എത്തിക്കുന്നത് കണ്ട് ചില വിദേശ ടൂറിസ്റ്റുകളും സഹായത്തിനെത്തി. ഡച്ച് കൊട്ടാരം കണ്ട ശേഷം വാട്ടർ മെട്രോയിൽ നടത്തിയ കടൽ യാത്ര എല്ലാവരും മതിമറന്ന് ആസ്വദിച്ചു. തുടർന്ന് ചെറായി ബീച്ചിൽ സായാഹ്നം ചെലവഴിച്ചായിരുന്നു മടക്കയാത്ര. മെമ്പർമാരും മറ്റു രോഗികളെല്ലാവരും കൂടി ആദ്യമായിട്ടൊരു യാത്ര എറണാകുളം, അതുപോലെ ഫോർട്ട് കൊച്ചി എല്ലാം വന്നിരുന്നു. ഇവിടെ പോയിട്ട് വരുന്ന വാട്ടർ മെട്രോ കയറി ഇവിടെ പാലിയേറ്റീവ് അംഗങ്ങളെല്ലാവരും വളരെ സഹായവും എല്ലാ കാര്യത്തിനും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ സുജിത് ബംഗ്ലാവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സരേഷ് ശങ്കർ, പാലിയേറ്റീവ് നഴ്സ് ബിജി, വാർഡ് അംഗങ്ങളായ ഷിമി ഗോപി, ജില്ലി വിൽസൺ, നീതു ഷിജു എന്നിവരുടെ നേതൃത്വത്തിൽ നഴ്സുമാർ, ആശാപ്രവർത്തകർ എന്നിവർ ചേർന്ന് യാത്രയിലുടനീളം രോഗികൾക്ക് പരിചരണമൊരുക്കി. TCV ന്യൂസ്, തൃശൂർ. മരുവൂരിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി താഴ്ചയിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്ത് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നതിനിടയിലാണ് എതിരെ വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ വരവൂർ ചിറാക്കുളത്തിലേക്ക് കാർ മറിഞ്ഞത്. എന്നാൽ മണ്ണ് ഇടിയാതിരിക്കാനായി നിർമ്മിച്ച തിട്ടയിൽ തങ്ങി നിന്നതിനാൽ കാർ കുളത്തിലേക്ക് വീണില്ല. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. 2022-23 വർഷങ്ങളിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചു. കർണാടക സംഗീതത്തിൽ ബോംബെ ജയശ്രീയും, ചെണ്ട വിഭാഗത്തിൽ PK കുഞ്ഞിരാമനും പുരസ്കാരം ലഭിച്ചു. കഥകളി വിഭാഗത്തിൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം, മാർഗി വിജയകുമാർ, മോഹിനിയാട്ടത്തിൽ പല്ലവി കൃഷ്ണൻ, കലാ വിജയൻ, വിദ്യമോൾ പ്രദീപ് എന്നിവരും കൂടിയാട്ടത്തിൽ മാർഗി മധു ചാക്യാരും പുരസ്കാരത്തിന് അർഹരായി. കേരള ഇലക്ട്രിക്കൽ വയർമെൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ സമ്മേളനം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആന്റണി പൂങ്കാവനം അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മുജീബ് റഹ്മാൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം നടത്തി. തൃശൂർ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തൊഴിലാളികൾക്ക് വൈദ്യുതി ബോധവൽക്കരണ ക്ലാസ് നൽകി. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രോത്സവത്തിന് ആറാട്ടോടെ സമാപനം. മൂന്നാനകളുടെയും നടപ്പാണ്ടി മേളത്തിന്റെയും അകമ്പടിയോടെയാണ് ഭഗവാൻ ആറാട്ടിനായി നടുവിൽ മഠത്തിലേക്ക് എഴുന്നള്ളിയത്. ആറാട്ടിന് ശേഷം കടവിൽ പൂജയും നടന്നു. പിന്നീട് ക്ഷേത്രത്തിലേക്ക് നടന്ന തിരിച്ചെഴുന്നള്ളിപ്പിന് അകമ്പടി ആനകളുടെ എണ്ണം 3 നിന്ന് 5 മാറി.
എഴുന്നള്ളത്തിന് വാദ്യപ്പെരുമയേകി കോങ്ങാട് മധുവും സംഘവും അവതരിപ്പിച്ച മേജർ സെറ്റ് പഞ്ചവാദ്യവും തുടർന്ന് പാണ്ഡിമേളവും നടന്നു. ഭഗവാൻ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയതോടെ കൊടിയിറക്കൽ ചടങ്ങും നടന്നു. ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്ര അവബോധ ഉപസമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ശാസ്ത്ര സായാഹ്നം സംഘടിപ്പിച്ചു. മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി. എസ്. സുനിൽകുമാറിന്റെ ചോദ്യത്തോടെയാണ് ജനകീയ സംവാദം തുടങ്ങിയത്. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ പി. ഇന്ദിരാദേവി, ഡോക്ടർ ബേബി ചക്രപാണി, ഡോക്ടർ ടി. വി. സജീവ്, ആശ ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്രബോധം എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് നമ്മൾ ശാസ്ത്രബോധമുള്ളവരായി വാണിജ്യം. പ്രമുഖ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖകൾ ചാലക്കുടിയിലും ഒളരിക്കരയിലും പ്രവർത്തനം ആരംഭിച്ചു. ചാലക്കുടി ആനമല ജംഗ്ഷനിലെ സ്വർണം ആർക്കേഡിലെയും തൃശൂർ ഒളരിക്കര ഭഗവതി ക്ഷേത്രത്തിന് സമീപം KS സജിനി ഷോപ്പിംഗ് കോംപ്ലക്സിലെയും ശാഖകളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം രജിഷ വിജയൻ നിർവഹിച്ചു. ചാലക്കുടിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കൌൺസിലർ നിത പോൾ, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി മൂത്തേടൻ, ജനറൽ സെക്രട്ടറി റൈസൻ ആലൂക്ക എന്നിവരും ഒളരിയിലെ ചടങ്ങിൽ അയ്യന്തോൾ മേഖല മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PV ജയപ്രകാശ്, മർച്ചന്റ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് വിനീത് വസന്തകുമാർ, ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർമാരായ വൈശാഖ് വിജയൻ, പ്രശാന്ത് പ്രതാപൻ, ഷെയർ ഹോൾഡർ M. ശിവകുമാർ, കാർത്തികേയൻ, അനുരാജ്, PC സുജിത്ത്, റീജിയണൽ മാനേജർ കൃഷ്ണ കലേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു. ഗോൾഡ് ലോൺ, വെഹിക്കിൾ ലോൺ, ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്സ്, ഡിമാൻഡ് സർവീസസ്, മൈക്രോ ഫിനാൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് തുടങ്ങി വൈവിധ്യമാർന്ന സാമ്പത്തിക സേവനങ്ങളെ ഒരു കുടക്കീഴിൽ സമന്വയിപ്പിച്ച് ഉപഭോക്താക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പരിഹാരമേകാനാണ് ഗാജറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചാലക്കുടിയിലും ഒളരിക്കരയിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. കൂടാതെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് റെഫ്രിജറേറ്റർ സമ്മാനമായി നൽകി. ഇതിനു പുറമെ മാർച്ച് 31 വരെ ചാലക്കുടി ഒളരിക്കര ശാഖകളുടെ ഉപഭോക്താക്കളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന 2 പേർക്ക് കൂടി റെഫ്രിജറേറ്റർ സമ്മാനമായി നൽകും. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കുടിവെള്ളത്തെ ചൊല്ലി പ്രതിഷേധം. കോൺഗ്രസ് BJP കൌൺസിലർമാർ കാലിക്കുടങ്ങളുമായി നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മിനി ടൂറിസ്റ്റ് ഹോം വിഷയം വോട്ടിനിടണമെന്ന പ്രതിപക്ഷ ആവശ്യം നിരസിച്ച് മേയർ. പൊറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വനിതാ ഡോക്ടറെ കൈയേറ്റം ചെയ്ത BJP പടിയൂർ പഞ്ചായത്ത് അംഗത്തെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. 11ാം വാർഡംഗം ശ്രീ മണ്ണായിലാണ് അറസ്റ്റിലായത്. ചവക്കട് ബ്ലാങ്ങാട് ബീച്ചിൽ വഞ്ചികൾക്ക് തീപിടിച്ചു. 2 വള്ളങ്ങളും വലകളും പൂർണ്ണമായും കത്തിനശിച്ചു. ഗുരുവായൂരിൽ വനിതാ കോളേജ് പ്രിൻസിപ്പളിന് നേരെ ആക്രമണം. പരിക്കേറ്റ പ്രിൻസിപ്പളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവ ബലിദർശനത്തിന് ആയിരങ്ങളെത്തി. ഗ്രാമബലിയും പള്ളിവേട്ടയും വ്യാഴാഴ്ച നടക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.